മിസ്റ്ററി ക്രൈം സസ്പെൻസ് ത്രില്ലേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. OTT പ്ലാറ്റ്ഫോം നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ സ്റ്റീഫൻ എന്ന തമിഴ് മൂവിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാകുന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം ഒന്നാമത് ഞാൻ മൈക്ക് യൂസ് ചെയ്യാതെയാണ് സംസാരിക്കുന്നത്, പിന്നെ പുറത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിലുള്ള നോയ്സും കേൾക്കുന്നുണ്ട്. വീഡിയോയ്ക്ക് എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതിൽ വരുന്ന കുറവുകൾ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ. ഇനി സിനിമയിലോട്ട് വരാനാണെങ്കിൽ ഡിസംബർ 5 നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായതാണ് സിനിമ. ഞാൻ ഈ ഇടയ്ക്കാണ് സിനിമ കണ്ടത്. സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സിനിമയുടെ റിവ്യൂ വീഡിയോസ് കണ്ടത്. റിവ്യൂ വീഡിയോസിലും അധികം പേരൊന്നും റിവ്യൂ ചെയ്യാത്തതുപോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ. ആദ്യമേ തന്നെ സിനിമയിൽ ഈ സ്റ്റീഫൻ എന്ന കഥാപാത്രം തന്നെയാണ് സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും വരെ നമുക്ക് കാണാൻ കഴിയുക. ഈ സ്റ്റീഫൻ എന്ന കഥാപാത്രത്തിൻ്റെ ലൈഫിലൂടെയാണ് നമ്മൾ കുറച്ച് നേരം സിനിമ ഇങ്ങനെ കടന്നു പോകുന്നത്. ഈ വ്യക്തിയെക്കുറിച്ച് നമുക്ക് സിനിമ കഴിയുവോളം ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇയാൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് നമുക്കിങ്ങനെ കൺഫ്യൂഷൻ ആയിക്കൊണ്ടേയിരിക്കും. ഒരു മിക്സഡ് ഇമോഷനാണ് സിനിമ കഴിയുവോളം നമുക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ച് തോന്നുക. ആദ്യം കുറച്ച് നേരം ഒരു ദേഷ്യം തോന്നും, പിന്നെ കുറച്ച് നേരം ആളോടൊരു സഹതാപം തോന്നും, പിന്നെ വീണ്ടും ദേഷ്യം തോന്നും. അങ്ങനെ സിനിമ കഴിയുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിരിക്കും സത്യത്തിൽ സ്റ്റീഫൻ എന്താണ് എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് സിനിമ അവസാനിക്കുന്നുണ്ടാവുക. സിനിമയിൽ ഈ സ്റ്റീഫൻ എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന വ്യക്തി തന്നെയാണ് തിരക്കഥാകൃത്തിൽ ഒരാളെന്ന് എവിടെയോ വായിച്ചറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പാരൻസിൻ്റെ റോൾ ചെയ്തിട്ടുള്ള 2 പേരെ എടുത്തു പറയാനുണ്ടോ. സ്റ്റീഫൻ്റെ മാതാപിതാക്കളുടെ റോൾ ചെയ്തിട്ടുള്ളതിൽ അമ്മയും അച്ഛനുമായിട്ട് ചെയ്തിട്ടുള്ള 2 പേരും അടിപൊളിയായിട്ട് അവരുടെ റോൾ ചെയ്തിട്ടുണ്ട്. അവരെ കാണുന്ന സമയത്തുള്ള ആ സ്ക്രീൻ പ്ലേ ഒക്കെ ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയുടെ വേഷം ചെയ്തിട്ടുള്ള ആളെ എടുത്ത് പറയേണ്ടി വേണം. അവരെ ശരിക്കും പേടിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു അവരുടേത്. അപ്പോൾ അവരും ആദ്യം അവരോടൊക്കെ നമുക്ക് ഒരുപാട് ദേഷ്യം തോന്നുന്ന രീതിയിലാണ് സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ മൂവി തുടങ്ങുമ്പോൾ തന്നെ ആരാണ് കൊന്നത്, ആരൊക്കെയാണ് കൊല്ലുന്നതെന്നും നമുക്ക് കാണിച്ചു തരും. പ്രതി തന്നെ നേരിട്ട് പോയിട്ട് സറണ്ടർ ആയിട്ട് അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമ. കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റോളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ജോണേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുള്ളവരാണെങ്കിലും കാണാത്തവരാണെങ്കിലും, കണ്ടവരാണെങ്കിൽ കണ്ടതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യാനും, കാണാത്തവരാണെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ മൂവിയെക്കുറിച്ച് പറയാനുള്ളതും കമൻസിൽ വന്ന് പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും കാണുന്നത് വരയ്ക്കും ടാറ്റാ ബൈ, സീ യു.